വർണ്ണചാരുതയോടെ അക്ഷരങ്ങൾ അണിനിരത്തുന്ന കലാസൃഷ്ടിയാണ് കാലിഗ്രഫി. അക്ഷരങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുന്ന വിദ്യ. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം വിശ്വപ്രസിദ്ധമായ ഈ കലാമേഖലയ്ക്ക് ഒരുപക്ഷെ കേരളത്തിൽ നാരായണ ഭട്ടതിരി മാത്രമാണ് താങ്ങുവേര്. MT വാസുദേവൻ നായരുടെയും മാധവിക്കുട്ടിയുടെയും ഒക്കെ പുസ്തകങ്ങൾക്ക് തലക്കെട്ടെഴുതി ഭംഗിയാക്കിയത് നാരായണ ഭട്ടതിരിയാണ്. അക്ഷരങ്ങൾക്കുള്ളിൽ വലിയ ആശയങ്ങൾ ചിത്രങ്ങൾ പോലെ എഴുതിക്കൂട്ടുന്ന വിരൽവേഗത കണ്ടാൽ ആരുമൊന്ന് നോക്കിപ്പോകും. നവംബറിന്റെ നഷ്ടം തുടങ്ങി 30ഓളം സിനിമകളുടെ തലക്കെട്ടെഴുതിയതും നാരായണ ഭട്ടതിരി തന്നെ. അവസാനമായി എന്ന് നിന്റെ മൊയ്തീൻ, ഒറ്റമുറി വെളിച്ചം തുടങ്ങിയ ചിത്രങ്ങൾക്കും അദ്ദേഹം തലക്കെട്ടെഴുതി. അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പന്തളമാണ് എൻ്റെ ദേശം. അവിടുന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ ജോലി ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു രീതി വെച്ച് ജോലി അന്വേഷിച്ച് ഇങ്ങനെ പോയപ്പോൾ എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്ന S. രാജേന്ദ്രനുമായിട്ട് ചേർന്ന്, അപ്പോൾ രാജേന്ദ്രന് കലാകൗമുദിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ കലാകൗമുദിയിൽ 18 വർഷത്തോളം ഇതാവും. നേരം എൻ്റെ അവിടുത്തെ പ്രധാന ജോലി ഈ ആർട്ടിക്കിളുകളുടെ കഥ, കവിത ഇതിൻ്റെയൊക്കെ തലക്കെട്ട് എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ കാലിഗ്രാഫർ എന്ന ഡെസിഗ്നേഷൻ കിട്ടിയ ആദ്യത്തെ മലയാളി ഞാനാണ്. അതിനുശേഷവും ആർക്കും കിട്ടിയതായിട്ട് അറിഞ്ഞുകൂടാ. നവംബറിന്റെ നഷ്ടം സിനിമയ്ക്ക് സംവിധായകൻ ഭരതന്റെ ചെന്നൈയിലുള്ള വീട്ടിലിരുന്നാണ് നാരായണ ഭട്ടതിരി തലക്കെട്ടെഴുതിയത്. അതായത് ഞാൻ ഇവിടുന്ന് ചെന്നൈയിൽ ചെന്നു, അന്നത്തെ മദ്രാസിൽ ചെന്നു. ഹോട്ടൽ മുറി എടുത്ത് തന്നിരുന്നു എനിക്ക്. അവിടെ ഇരുന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ പത്മരാജൻ വന്നു. പത്മരാജൻ വന്നിട്ട് പറഞ്ഞു, ഈ ഹോട്ടലിലെ ഇടുങ്ങിയ മുറിയിലിരുന്ന് എഴുതിയാൽ ശരിയാകത്തില്ല, സാധനങ്ങളെല്ലാം എടുത്തു നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കാറിൽ കയറി പോകുമായിരുന്നു. എങ്ങോട്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നേരെ ചെന്നത് ഭരതൻ്റെ വീട്ടിലാണ്. ഭരതൻ്റെ വീട്ടിൽ ചെന്ന് ഭരതനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഭരതൻ ഇരുന്ന് വരയ്ക്കുന്ന വലിയ വിശാലമായൊരു മേശയുണ്ട്. അവിടെ ഇരുന്നാണ് ടൈറ്റിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ അവിടെ കൊണ്ടുവിടും. അവിടെ ഇരുന്നാണ് ഇതെല്ലാം ചെയ്തത്. 4-5 ദിവസം എടുത്തിട്ട് അവിടെയാണ് ചെയ്തത്. പന്തളം സ്വദേശിയായ ഭട്ടതിരി കാച്ചാട്ടാത്താപ്പ എന്ന കാലിഗ്രഫി ആർട്ട് ഗാലറി സംരംഭവുമായി തിരുവനന്തപുരം വഴുതക്കാടുണ്ട്. കാലിഗ്രഫി എന്ന കലാമേഖലയെ പുഷ്ടിപ്പെടുത്തുക, ജനകീയമാക്കുക തുടങ്ങി വിപ്ലവാത്മകമായ ആശയങ്ങൾ ഇവർ മുറുകെ പിടിക്കുന്നു. ETV ഭാരത്, തിരുവനന്തപുരം.